الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ടും അവനെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ഐഹിക ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിമീങ്ങളായ നാം നന്മയെ പ്രചരിപ്പിക്കുകയും തിന്മയെ ചെറുക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൻ്റെ ചുമതല നിർണയിച്ച് തന്നപ്പോൾ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന ബിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, ഇതാണ് നിങ്ങളുടെ ചുമതല. ഇതിനു വേണ്ടി ജീവിതത്തിൽ നിലകൊള്ളേണ്ടവരാണ് നിങ്ങൾ എന്ന കാര്യം പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ തിന്മയെ തടയുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഏത് രൂപത്തിലാണ് ഈ ബാധ്യത നിറവേറ്റുക, ഇതിനെ സംബന്ധിച്ചിടത്തോളവും പരിശുദ്ധ ഖുർആൻ ചില വെളിച്ചം നമുക്ക് നൽകുന്നുണ്ട്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നല്ലതും ചീത്തയും ഒരിക്കലും തുല്യമാവുകയില്ല. നന്മ നന്മയും തിന്മ തിന്മയുമായിക്കൊണ്ടേ നിലനിൽക്കും. ആ നന്മയുടെ പക്ഷത്ത് നിലക്കൊള്ളുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ബാധ്യത. ആ നന്മക്ക് പ്രചാരം നൽകുക, തിന്മക്കെതിരെ നിലക്കൊള്ളുക. ചില സന്ദർഭങ്ങളിലൊക്കെ ഈ തിന്മ വലിയ വേലിയേറ്റം നടത്തും. സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാകും, ശക്തമായ പിന്തുണ ഈ തിന്മക്ക് ലഭിക്കും. അതിനെ നേരിടുക എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമായിരിക്കുകയില്ല. പല സന്ദർഭങ്ങളിലും നന്മയുടെ ഭാഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായിരിക്കും. ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ പലപ്പോഴും ഈ തിന്മയുടെ പിറകെ അതിൻ്റെ പിൻഗാമികളായി, അതിൻ്റെ പിന്തുണക്കാരായി, അതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരായിട്ട് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും നന്മ നന്മ തന്നെ, തിന്മ തിന്മ തന്നെ. ഈ തിന്മയുടെ പെരുപ്പവും ആധിക്യവും ഒക്കെ വളരെ ശക്തമായി കണ്ടാലും അതിലൊന്നും കുടുങ്ങിപ്പോവരുത്. നന്മയുടെ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ പടപൊരുതണം, തിന്മയെ പ്രതിരോധിക്കണം. ഇതാണ് ഇസ്ലാം അതിൻ്റെ അനുയായികളോട് കൽപ്പിക്കുന്നത്.
ആ രൂപത്തിൽ ഈ നന്മയുടെ ഭാഗത്ത് നിങ്ങൾ അടിയുറച്ച് നിലക്കൊണ്ടാൽ താൽക്കാലികമായി നഷ്ടങ്ങളോ അല്ലെങ്കിൽ താൽക്കാലികമായ രീതിയിലുള്ള ഒരു പരാജയമോ ഒക്കെ ഒരു പക്ഷേ പല ഘട്ടങ്ങളിലും സംഭവിച്ചേക്കാമെങ്കിലും അന്തിമമായ വിജയം നിങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവിൻ്റെ പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും. ആ ഉറച്ച നിലപാടിനുള്ള മഹത്തായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇതാണ് സത്യവിശ്വാസികളെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ തിന്മയെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ്? അതിനെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമമായ, ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഈ തിന്മയെ നീ പ്രതിരോധിക്കണം. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഉചിതമായ, ഏറ്റവും വിജയകരമായ ആ രൂപത്തിലായിരിക്കണം തിന്മയെ പ്രതിരോധിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരാൾ നമ്മോട് നിരന്തരം തിന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ദ്രോഹം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അയാൾക്ക് എതിരായിക്കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് സങ്കല്പിക്കുക. ഒരാൾ നിരന്തരം നമ്മെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളതൊക്കെ സഹിച്ചുകൊണ്ടും അതൊക്കെ ക്ഷമിച്ചുകൊണ്ടുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കലാണ്. തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കാതെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. അതേ അവസരത്തിൽ നമ്മെ ശകാരിക്കുകയും നമ്മെ ചീത്ത പറയുകയും നമ്മെ പരിഹസിക്കുകയും നമ്മോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അയാളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും തന്നെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അയാളുടെ ഒരു നന്മയുടെ ഭാഗത്തേക്ക് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ അയാളോട് ഒരു തരത്തിലുള്ള പ്രയാസമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വെറുപ്പോ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് സങ്കല്പിക്കുക. ഇതാണ് തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ അയാൾക്ക് മറുത്ത് നമ്മളൊന്നും അയാളെ ശകാരിക്കുന്നില്ല, തിരിച്ചൊന്നും തന്നെ നമ്മൾ പ്രതികരിക്കുന്നില്ല എന്നതല്ല ഇസ്ലാം നമ്മോട് താല്പര്യപ്പെടുന്നത്. അതിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് നിന്നുകൊണ്ട് അയാൾക്ക് നന്മ ആഗ്രഹിക്കുകയും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാൾക്ക് ഗുണകരമായി നിലകൊള്ളുകയും ചെയ്യുക. അങ്ങനെ ചെയ്യണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾ നമ്മെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാ രൂപത്തിലും നമുക്കെതിരായിട്ടുള്ള ഒരവസരവും അയാൾ ഉപയോഗപ്പെടുത്താതിരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു അപകടത്തിൽപ്പെടുന്നു. അയാൾ പ്രയാസകരമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു. അയാൾക്ക് മറ്റുള്ളവരുടെ സഹായവും പിന്തുണയും ഒക്കെ ആവശ്യമാകുന്ന ഒരു ഘട്ടം വരുന്നു. അതൊന്നും നമ്മൾ ചെയ്തു കൊടുക്കാതെ അയാൾ ഇങ്ങോട്ട് ചെയ്ത ദ്രോഹമൊക്കെ സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ആണ് നമ്മൾ നിലകൊള്ളുന്നത് എങ്കിൽ അത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കലും ചെറുക്കലുമാണ്. പക്ഷെ അതേ അവസരത്തിൽ അയാൾക്ക് ഇങ്ങനെയുള്ള ഒരു ഘട്ടം വരുമ്പോൾ അയാളെ സഹായിക്കുന്നു, അയാൾക്ക് നമ്മൾ മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ രൂപത്തിൽ അയാൾക്ക് താങ്ങായും തണലായും സാന്ത്വനമായിക്കൊണ്ടും വർത്തിക്കുന്നു. ഇതാണ് ഏറ്റവും നല്ല ഉത്തമമായ ശൈലിയിൽ തിന്മയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നതിൻ്റെ സാരം. ഇങ്ങനെ ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് താല്പര്യപ്പെടുന്നത്. അതാണ് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല അഹ്സനായ. ഇദ്ഫഅ ബില്ലത്തി ഹുവ ഹസൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അതിനെ പ്രതിരോധിക്കുക, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നർത്ഥമായി. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറയാതെ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറയുമ്പോൾ ആ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് നമ്മോട് ഉള്ള നിർദ്ദേശമായി അതിനെ മനസ്സിലാക്കണം.
അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അങ്ങനെയുള്ള ഒരു നിലപാട് നീ സ്വീകരിച്ചാൽ ആരുമായിട്ടാണോ നിനക്ക് എതിർപ്പും ശത്രുതയും ഉള്ളത്, ആരാണോ നിന്റെ എതിരാളി, ആരാണോ നിനക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ നിന്റെ ഉറ്റമിത്രമായിട്ട് മാറും. അവൻ നിന്റെ ഉറ്റമിത്രമായിട്ട് മാറും. അയാൾക്ക് നാണം തോന്നും, എങ്ങനെയാണ് ഈ മനുഷ്യനെ ഞാൻ എതിർക്കുക, എങ്ങനെയാണ് ഇനി ഇയാൾക്കെതിരായിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇതായിരുന്നല്ലോ അയാളുടെ നിലപാട്. ന്യായമായ രീതിയിൽ പ്രതികരിക്കുകയും ന്യായമായ രീതിയിൽ അതിന് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ പോലും ആളുകൾ അതിനെ ന്യായമായിട്ട് കാണുന്ന ഒരു പരിതസ്ഥിതിയിൽ അതൊന്നും ചെയ്യാതെ കണ്ട് ആ ദ്രോഹം ചെയ്ത മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് അവൻ്റെ സംരക്ഷണത്തിന്, അവൻ്റെ രക്ഷയ്ക്ക് എത്തുന്ന ഈ മനുഷ്യനെ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് എതിർക്കാൻ സാധിക്കുക? അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അങ്ങനെയുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, ആരുമായിട്ടാണോ നിങ്ങൾക്ക് ശത്രുതയുള്ളത് അവൻ നിന്റെ ആത്മമിത്രമായിട്ട് മാറുമെന്ന്. തുടർന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അളീം. പക്ഷെ ഇത് അത്ര എളുപ്പം എല്ലാവർക്കും സാധിക്കുന്ന ഒരു നിലപാടല്ല. നല്ല സബറുള്ളവരായ ആളുകൾ, ക്ഷമയുള്ളവരായ ആളുകൾ, സഹനശീലമുള്ളവരായ ആളുകൾ, അതുപോലെ നല്ല മഹാഭാഗ്യവാന്മാരായ ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആലോചിക്കുക, എന്തിനപ്പം ഞാൻ അവന് കുറഞ്ഞു കൊടുക്കണേ? അവന് ഒന്ന് എന്നെ ദ്രോഹിച്ചാൽ 2 ദ്രോഹം അവൻ അങ്ങോട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുമല്ലോ. എനിക്കെന്താ ഒരു കുറച്ചിലുള്ളത്? സാമ്പത്തികമായ ശേഷിയുണ്ട്, ജനപിന്തുണയുണ്ട്, അതുപോലെ തന്നെ ആ രൂപത്തിലെല്ലാം തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ കരുത്തും എനിക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ? ചെയ്തുകൂടാതിരിക്കുന്നത്, അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഒരു മോശത്തരമാണ്, ചെയ്യാതിരിക്കുന്നത് ഒരു അല്പത്വമാണ്. അതുകൊണ്ട് ഞാൻ അവൻ എന്തെങ്കിലും ചെയ്തേ തീരൂ എന്നുള്ള രൂപത്തിലാണ് സാധാരണ ആളുകൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ അളീം. വലിയ ക്ഷമയും മഹാഭാഗ്യവും സിദ്ധിച്ച ആളുകൾക്ക് മാത്രമേ ഇത്തരം ഉയർന്നു ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ, ഇങ്ങനെയുള്ള ഒരു ഔന്നത്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഈ നിർദ്ദേശത്തെ തൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുന്നത് എന്ന് ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച ഈ നയനിലപാട്, ഈ പെരുമാറ്റച്ചട്ടം എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുന്നത്? 2-3 ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം ഗ്രഹിക്കാൻ സാധിക്കും. നബി തിരുമേനിയുടെ ഏറ്റവും വലിയ ഒരു എതിരാളിയാണ് മദീനയിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യബ്നു സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. അബ്ദുല്ലാഹിബ്നു ഉബയ്യബ്നു സുലൂൽ എന്ന് പറയുന്ന വ്യക്തി വലിയ ജനസ്വാധീനമുള്ള, വളരെയേറെ ആളുകളുടെ പിന്തുണയുള്ള ഒരു ജനനേതാവാണ്. അയാളുടെ ഇംഗിതവും അയാളുടെ ഇഷ്ടവും അയാളുടെ നേതൃത്വവുമാണ് അവർ അംഗീകരിച്ചിരുന്നത്. നബി മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പായിട്ട് അടുത്ത നമ്മളുടെ ഭരണാധികാരിയായിട്ട് ഇയാളെ കിരീടമണിയിക്കണം എന്നൊക്കെ തീരുമാനിച്ച് അതിനുള്ള കിരീടവും അത്തരം സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നതും മദീനയുടെ സാമൂഹിക അന്തരീക്ഷം ആകെ മാറുന്നതും. ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു, നബിയെ പ്രവാചകനായി അംഗീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം സ്വീകരിക്കുന്നു, തിരുമേനി ആ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു. ഇത് അബ്ദുല്ലാഹിബ്നു ഉബയ്യബ്നു സുലൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പകയുടെയും വിദ്വേഷത്തിന്റെയും കാരണമായി തീർന്നു. നബി തിരുമേനിയോട് ഒടുങ്ങാത്ത പക വെച്ചുകൊണ്ടിരിക്കുകയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാജയപ്പെടുത്താനും ജനമധ്യത്തിൽ അവഹേളിക്കാനും കിട്ടുന്ന എല്ലാ അവസരവും പ്രയോജനപ്പെടുത്താനും അത് അയാളെ പ്രേരിപ്പിച്ചു. അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയം വരെ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പാണ് മരണപ്പെട്ടത്, അതുവരെ ഈ കടുത്ത ശത്രുതയും അങ്ങേയറ്റത്തെ നിരാശയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അയാളുടെ നിലപാട്. സദസ്സിൽ മദീനയിലേക്ക് വന്നതിന് ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സദസ്സിലൊക്കെ പോയിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുക, അവർക്കത് പറഞ്ഞു കൊടുക്കുക, അവരെ ഉപദേശിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു പൊതു സ്വഭാവമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ്, എവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നതെങ്കിൽ അവിടെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തും, അവരോടൊക്കെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയും. അങ്ങനെ ഇയാൾ സ്വാഭാവികമായിട്ടും ജനമധ്യത്തിലൊക്കെ ഇങ്ങനെ ഒരു നേതാവായി കൊണ്ടിരിക്കുന്ന സദസ്സുകളിലേക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും, അല്ലെങ്കിൽ അതിലൂടെയൊക്കെ സഞ്ചരിക്കും. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തി വളരെ ബഹുമാനത്തോടും ആദരവോടും ഒക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സലാം ചൊല്ലും. അതുപോലെ അവിടെയുള്ള ആളുകളോടൊക്കെ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇയാൾക്ക് അതൊന്നും തന്നെ ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിന്റെ പൊടി വാറ്റിക്കൊണ്ടൊന്നും ഇതിൽ കൂടി പോണ്ട, എൻ്റെ ഈ മൃഗത്തിൻ്റെ ആ ദുർവാസന ഈ സദസ്സിനെ മുഴുവൻ തന്നെ അലങ്കോലപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നബിയെ അങ്ങേയറ്റം നിന്ദിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളുടെ കൂടെ തന്നെയാണ്, മുസ്ലിംകളുടെ ഒരാളായിക്കൊണ്ടാണ്. കാരണം എല്ലാ ആളുകളും ഇസ്ലാമിലേക്ക് വന്ന സ്ഥിതിക്ക് ഇയാള് മാത്രം ഇസ്ലാമിൻ്റെ പുറത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ആയിക്കൊണ്ട് തന്നെയാണ് അഭിനയങ്ങളൊക്കെ. പക്ഷെ ഉഹദ് യുദ്ധത്തിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പോയപ്പോൾ എങ്ങനെയാണ് ഈ സൈന്യത്തിൽ ഛിദ്രത ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുകയും മുഹമ്മദ് ചെറുപ്പക്കാരായ ആളുകളുടെ ഒക്കെ വാക്കും അവരുടെ ഉപദേശവും കേട്ടുകൊണ്ട് മദീനയുടെ പുറത്തുപോയി ആക്രമിക്കാനാണ് പോണത്, ഞങ്ങളുടെ അഭിപ്രായം അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൈന്യത്തിൻ്റെ 1/3 ഭാഗത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അങ്ങനെ നിർണായകമായ ഒരു ഘട്ടത്തിൽ പിന്നിൽ നിന്ന് തിരിഞ്ഞുകുത്തിയത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലായിരുന്നു. മദീനയിലെ എല്ലാ ജൂതഗോത്രങ്ങളുമായിട്ടും ഇയാൾക്ക് നേരത്തെ കരാറും ആ രൂപത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഈ ഗോത്രങ്ങളെ മുഴുവൻ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായി തിരിച്ചുവിടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള കരാറുകൾ ലംഘിക്കാനും പല സന്ദർഭങ്ങളിലും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നടന്ന വധശ്രമങ്ങളുടെ പിന്നിലും ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ഉണ്ടായിരുന്നു. എന്തിനേറെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹാക്കെതിരെ വ്യഭിചാരാരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ നബിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ ഇറങ്ങുകയുണ്ടായി. ഇങ്ങനെയൊക്കെ എല്ലാ നിലക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ച് അവസാന നിമിഷം വരെ നബിക്ക് ഒരു സ്വൈരം കൊടുക്കാതെ ഇരുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. ഇയാൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, അങ്ങയുടെ വസ്ത്രം, അങ്ങയുടെ കുപ്പായം എനിക്ക് തരണം, വാപ്പാനെ കഫൻ ചെയ്യാൻ. ഇത്രയും വലിയ ഒരു ദ്രോഹി പല സന്ദർഭത്തിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് ദഅനി അദ്രിബു ഉനുക ഹാദൽ മുനാഫിഖ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ കപടവിശ്വാസിയുടെ കഴുത്ത് വെട്ടാൻ എനിക്ക് അനുവാദം തരുക എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ക്ഷുഭിതനായിട്ടുണ്ട്. ഈ കപടവിശ്വാസിയുടെ കഴുത്ത് വെട്ടാൻ എനിക്ക് അനുവാദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെന്നുണ്ടെങ്കിൽ 100 കണക്കിൽ ചെറുപ്പക്കാർ ഒരു നിമിഷം കൊണ്ട് അയാളുടെ കഥ കഴിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. ഈ വ്യക്തി മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അയാളുടെ കഫന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മകനെ ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല മകനൊരാഗ്രഹം കൂടിയുണ്ട്, വാപ്പാക്ക് വേണ്ടിയിട്ട് റസൂലുള്ള മയ്യത്ത് നിസ്കരിക്കണമെന്ന്. വാപ്പാക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ മകൻ വെളിപ്പെടുത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സന്നദ്ധനാവുകയാണ്, അതിനും തയ്യാറാവുകയാണ്.
എത്രത്തോളം ഉദാരമായ ഒരു വിട്ടുവീഴ്ചയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരു ഉദാഹരണം മാത്രമാണിത്. നമുക്കറിയാമല്ലോ അബൂ സുഫിയാന്റെ സംഭവങ്ങൾ. അബൂ സുഫിയാൻ ആരാ? അബൂ സുഫിയാൻ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ ഒറ്റൊന്നിനെ ബാക്കി വെക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഖുറൈശികളെ മുഴുവൻ തന്നെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈന്യത്തിന്റെ നേതൃത്വം നൽകിയ വ്യക്തിയുമാണ് അബൂ സുഫിയാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുപക്ഷത്തിന്റെ തലവനായിക്കൊണ്ട് ഖുറൈശികളെ മുഴുവൻ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങളുടെ നേതൃസ്ഥലത്തിലുണ്ടായിരുന്നതാണ് ബദറിലും ഉഹദിലും ഒക്കെ അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാനാണ് അവിടുത്തെ നേതൃത്വം. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നേതൃത്വം അബൂ സുഫിയാനാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ശക്തി ആർജിച്ച് അവസാനമായി മക്കയിലേക്ക് ഒരു മക്ക ഫതഹിന്റെ സന്ദർഭത്തിൽ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഇനി യാതൊരു രക്ഷയുമില്ല. വെളിച്ചം കണ്ട പെരിച്ചാഴികളെ പോലെ കുഫറിന്റെ തലവന്മാരായ ആളുകളൊക്കെ എവിടെ പോയി ഒളിക്കും എന്നിങ്ങനെ ബേജാറായിക്കൊണ്ട് ഓടി നടക്കുന്ന സന്ദർഭമാണ്. അബൂ സുഫിയാനും ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒരു രക്ഷയുമില്ലല്ലോ. ഇതുവരെയായിട്ട് തങ്ങൾ എതിർത്ത, ഇതുവരെയായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാ ദ്രോഹവും ഒരു വ്യക്തിയോടല്ല, ഒരു സമൂഹത്തോട്, മുസ്ലിം സമൂഹത്തോട് മുഴുവൻ ചെയ്ത ആളുകളും അവരാണല്ലോ ഇപ്പോൾ ഇങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നത്. ഇങ്ങനെ അബൂ സുഫിയാൻ ഓടി നടക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. വേഗം ആളെ തിരിച്ചറിഞ്ഞു. ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെ തന്റെ കുതിരയുടെ പുറത്തിരുത്തിക്കൊണ്ട് റസൂലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. കാരണം വഴിയിൽ നിന്ന് ആരെങ്കിലും കണ്ടാൽ കഥ കഴിക്കും. ഇത്രയും വലിയ ഒരു എതിരാളിയെ കയ്യിൽ കിട്ടിയിട്ട് വെറുതെ വിടുകയോ, ആര് കണ്ടാലും കഥ കഴിക്കും. അങ്ങനെയുള്ള അബൂ സുഫിയാനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആരും കാണാതെ ഒളിപ്പിച്ചും മറവിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് റസൂലെ അബൂ സുഫിയാൻ അഭയം കൊടുക്കണമെന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെന്നും അബ്ബാസ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നു. ആ അബൂ സുഫിയാൻ ആ സന്ദർഭത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കും, അബൂ സുഫിയാൻ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ സമയമായില്ലേ? ഇനിയെങ്കിലും നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അംഗീകരിക്കാനുള്ള സമയമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഇസ്ലാമിന്റെ മത ആശ്ലേഷണത്തെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഗതം ചെയ്യുകയും അബൂ സുഫിയാന് പ്രത്യേകമായ ഒരു ബഹുമതി നൽകുകയുമാണ് ചെയ്യുന്നത്. ആര് അബൂ സുഫിയാന്റെ വീട്ടിൽ കടന്നാലും അയാൾക്ക് ഇനി രക്ഷയുണ്ട്. ആര് അബൂ സുഫിയാന്റെ വീട്ടിൽ, ആ അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് ആരും പ്രവേശിച്ചാലും അയാൾക്ക് ഈ സന്ദർഭത്തിൽ രക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാനെ ആദരിക്കുന്നതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരെ? ഇസ്ലാമിന്റെ പക്ഷത്ത് 1-ാം നമ്പർ ശത്രുവായി കഴിഞ്ഞ, അതിന്റെ നേർനിരയിലുണ്ടായിരുന്ന, ഇസ്ലാമിനെ തുടച്ചു നീക്കാൻ വേണ്ടി എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് സമരം ചെയ്ത ആ ശത്രുനായകനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ മാതൃകയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എല്ലാം നബിയുടെ ശരീരത്തിൽ മ്ലേച്ഛമായ വസ്തുക്കളും അടിക്കാട്ടുകളും അതുപോലെയുള്ള മറ്റു തരത്തിലുള്ള മാലിന്യങ്ങളും നിരന്തരം എറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജൂത വനിത, അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ പറയുന്നു, ഒരു ദിവസം അവരെ കാണാനില്ല. എന്താണ് ഇന്ന് കല്ലേറും അതുപോലെ തന്നെ മാലിന്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകവും ഒന്നും നടക്കാത്തത് എന്ന് നബി അത്ഭുതപ്പെട്ടപ്പോൾ അവർക്ക് സുഖമില്ല എന്ന് മനസ്സിലായി. അവർക്ക് സുഖമില്ല, രോഗമായതുകൊണ്ടാണ്, അല്ലാതെ വേണ്ട എന്ന് വെച്ചതുകൊണ്ടല്ല. എഴുന്നേറ്റ് വന്നുകൊണ്ട് അത് ചെയ്യാനുള്ള അതിനുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീട്ടിൽ പോയി സന്ദർശിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്നു. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം അതാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമികമായ മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രീതിയിലാണ് നടപ്പാക്കി കാണിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
കഅബ് ബിൻ സുഹൈർ എന്ന് പറയുന്ന കവി, അദ്ദേഹം ഒരു വലിയ മഹാകവി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും കവികളാണ്. അറബി സാഹിത്യത്തിൽ അറിയപ്പെട്ട കവിയാണ് സുഹൈർ എന്ന് പറയുന്ന ജാഹിലിയ കവിയും അദ്ദേഹത്തിന്റെ മകനായ കഅബും. ഈ കഅബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചുകൊണ്ട് കവിതകൾ രചിച്ച് പാടുക, പറയുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പണി. ആ കാലഘട്ടത്തിൽ കവിതകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇന്നത്തെ മാതിരി പത്രങ്ങളോ പ്രചരണ മാധ്യമങ്ങളോ ഒന്നുമല്ല. അന്ന് കവികളാണ് ഓരോ പ്രചാരണത്തിൻ്റെയും വിഷയങ്ങൾ ഏറ്റെടുക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. അങ്ങനെ കഅബ് നിരന്തരം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇനി രക്ഷയില്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ ഇനി രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് കഅബിന് തോന്നുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട്, നബിയെ, കഅബ് എങ്ങാനും താങ്കളോട് പശ്ചാത്തപിച്ചുകൊണ്ട് വന്നാൽ താങ്കൾ അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ കഅബാണ് എന്ന് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തോട്ട് അറിയുകയും ചെയ്യുന്നില്ല. നബി ഇങ്ങനെ ഒരു വ്യക്തി തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നല്ലാതെ ആളാരാണെന്ന് അറിഞ്ഞൂടാ. അപ്പോ നബിയോട് വന്നുകൊണ്ട് വല്ല ചോദിക്കുകയാണ്, കഅബെങ്ങാനും പശ്ചാത്തപിച്ചുകൊണ്ട് വന്നാൽ അദ്ദേഹത്തിന് രക്ഷ കൊടുക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് താങ്കൾ മാപ്പ് ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും സദസ്സിലുള്ള ഒരാൾ ഇയാൾ കഅബാണ് എന്നറിഞ്ഞുകൊണ്ട് അയാളെ പിടികൂടാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ, ദഅഹു ഫഇന്നഹു ജാഅ തായിബ, അയാളെ വിട്ടേക്കുക, അയാൾ പശ്ചാത്തപിച്ചു വന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇസ്ലാമികമായ സ്വഭാവവും രീതിയും. തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുകയല്ല, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക, ഏറ്റവും ഉചിതമായ രീതിയിൽ തിന്മയെ നേരിടുക. ഈ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തൊടുപുഴയിലെ ഒരു കോളേജ് അധ്യാപകന്റെ കൈ വെട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുകയുണ്ടായി. അദ്ദേഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടുമുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്നും അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിന് കേസോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിചാരണകളോ നേരിട്ട് കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അറിവ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൈപ്പടം വെട്ടി മാറ്റി എന്നുള്ള ഒരു സംഭവം നടക്കുകയുണ്ടായി. പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ അത് വളരെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആദരണീയനും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ബഹുമാനം അർഹിക്കുന്ന വ്യക്തിത്വവുമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന് നേരെ അല്ലെങ്കിൽ തിരുമേനിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു അരവാക്കും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അത് നിസ്സാരമായി കാണാനോ അല്ലെങ്കിൽ അതിനെ അവഗണിക്കാനോ സാധ്യമല്ല. അതൊക്കെ ശരിയാണ്. അങ്ങനെയൊക്കെ ആണ് എങ്കിലും ഒരു വിവരദോഷിയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു വ്യക്തിയോ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ അതിനോടുള്ള പ്രതികരണവും അതിനോടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെയും മുസ്ലിം ചെറുപ്പക്കാരുടെയും ഒക്കെ നിലപാടും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുക എന്നോ അല്ലെങ്കിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നീചമായ ഒരു മനസ്സിന്റെ ലക്ഷണമാണ്. അത് മാന്യതയും അന്തസ്സുമുള്ള ഒരാളും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും തുല്യമായ ബഹുമതിയും ആദരവും കൽപ്പിക്കപ്പെടുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാവരും പരസ്പരം ബഹുമാനിക്കണം. ഹൈന്ദവ മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ നമ്മൾ ആദരിക്കണം. അവരുടെ ആരാധ്യന്മാരെയും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതിയെയും നമ്മൾ ബഹുമാനിക്കുകയും അതിനർഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനവും പദവിയും നമ്മൾ നൽകുകയും വേണം. ക്രൈസ്തവ മതവിശ്വാസികളുടെയും അങ്ങനെ തന്നെയാണ്. മുസ്ലിം സമൂഹത്തിനും അതുപോലെ തന്നെ ജീവിക്കാനുള്ള അർഹതയും അവകാശവും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ മതങ്ങളും പരസ്പര ബഹുമാനത്തോടുകൂടി പരസ്പര ആദരവോടുകൂടിയാണ് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത്. ഇതിന് പോറലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചലനങ്ങളും എവിടെ നിന്നുണ്ടാവുകയാണെങ്കിലും അത് തടയപ്പെടേണ്ടതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്.
അതിന് അംഗീകരിക്കാൻ പാടില്ല. നിയമത്തിൻ്റെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയിടാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നു എന്ന് സങ്കല്പിക്കുക. ആരിൽ നിന്നെങ്കിലും ഈ തരത്തിലുള്ള ഒരു മൃഗീയമായ അല്ലെങ്കിൽ ഒരു പൈശാചികമായ പ്രവർത്തനം സംഭവിച്ചാൽ അതിന് പകരം വീട്ടുക അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഒരു അപകടം ചെയ്യുക എന്നുള്ളതല്ല ആ തിന്മയെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്ത് ഒരു കുറ്റകൃത്യം ചെയ്താൽ ആ കുറ്റകൃത്യം ചെയ്തവരായ ആളുകളെ ശിക്ഷിക്കുന്നതിന് ഒരു നിയമവും ഒരു നടപടിക്രമവുമുണ്ട്. അത് ഓരോരുത്തരും ആ നിയമങ്ങൾ കൈകാര്യം ചെയ്യാനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും തുടങ്ങിയാൽ ആ സമൂഹത്തിൽ അരാജകത്വവും ആ സമൂഹം ഒരിക്കലും തന്നെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലുമായി തീരും. അതുകൊണ്ടാണ് നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്നുള്ള ഒരു നിലപാട് നമ്മുടെ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. തികച്ചും ന്യായമായ ഒരു സംഗതിയാണ് എങ്കിൽ പോലും എൻ്റെ പിതാവിനെയോ അല്ലെങ്കിൽ മാതാവിനെയോ അല്ലെങ്കിൽ അതുപോലെ എൻ്റെ ജ്യേഷ്ഠനെയോ സഹോദരിയെയോ ഒരാൾ ദ്രോഹിക്കുകയോ കൊല ചെയ്യുകയോ ചെയ്താൽ അത് ഞാൻ നേരിട്ട് കണ്ടു എന്ന് വിചാരിക്കുക, എനിക്ക് അങ്ങേയറ്റത്തെ വികാരമുണ്ടായിരിക്കും. ആ കുറ്റവാളിയെ ശിക്ഷിക്കണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അത് ഞാൻ നേരിട്ട് പോയി ചെയ്യേണ്ടതല്ല, ചെയ്യാൻ പാടില്ല. ഒരു സമൂഹവും അത് അംഗീകരിക്കുകയില്ല. അതിന് ഒരു വ്യവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ചില ക്രമങ്ങളും അതിൻ്റെതായ ചില സമ്പ്രദായങ്ങളുമുണ്ട്. അതനുസരിച്ച് മാത്രമേ അത് നടക്കാവൂ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തി ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയും നിയമപരമായ നടപടികൾ എന്താണോ അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നല്ലാതെ കണ്ട് മറ്റുള്ള ആളുകൾ ആ നിയമം കയ്യിലെടുക്കുകയും അതിന് ശിക്ഷ നടപ്പാക്കുകയും ആ രൂപത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് സംസ്കാരമുള്ള ഒരു സമൂഹത്തിന് ചേർന്നതല്ല, ഒരു നാഗരികമായ സമൂഹത്തിന് ചേർന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മുഖേന എന്താണ് ഈ സമൂഹത്തിന് അതുകൊണ്ട് നേടാൻ സാധിച്ച ലാഭം, എന്തൊരു നേട്ടമാണ് ഉണ്ടായത്, അതിൻ്റെ നഷ്ടം എത്രത്തോളമാണ് എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിശക്തിയും അതിനുള്ള ഒരു വിവേകവും നമുക്ക് ഉണ്ടായിരിക്കണം. മുസ്ലിം സമൂഹം ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തെയാണ് നേരിടുന്നത്. വളരെ പ്രയാസകരമായ സാഹചര്യം. എല്ലാ കാര്യങ്ങളെയും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരായി തിരിച്ചുവിടാനും ആ രൂപത്തിൽ മൊത്തത്തിൽ തന്നെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും വളരെ വലിയ ശക്തികൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വേരുകൾ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒന്നും പരിമിതമായി കൊള്ളണമെന്നില്ല. വളരെ വ്യാപകമായ തോതിലുള്ള ഗൂഢാലോചനകളും പ്രവർത്തനങ്ങളുമൊക്കെ ആ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്തുകയാണ്. ഈ സംസ്കാരത്തെയും ഇതിൻ്റെ ആളുകളെയുമൊക്കെ അവരെ ഭീകരന്മാരും അതുപോലെയുള്ള മറ്റ് മനുഷ്യദ്രോഹികളും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമായി കൊണ്ട് ചിത്രീകരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതവർക്ക് വലിയ ഒരു ചാകര കിട്ടിയതുപോലെയാണ്. കാരണം അവർക്ക് തന്നെ നമ്മൾ വളം വെച്ചു കൊടുക്കുകയാണ്. അവർ വിചാരിക്കുകയാണ് അവർക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമൂഹം ഇവർ ഭീകരന്മാരുടെയും ഇവർ താലിബാൻ എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളുടെയും ഒക്കെ ഒരു കൂട്ടായ്മയാണ്. ഇത് ഒരു തരത്തിലുള്ള ക്രിമിനലുകളുടെ ഒരു സമൂഹമാണ്. ഈ സമൂഹം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അത് പൊതുവെ ലോകത്തിനും മനുഷ്യ സമൂഹത്തിനും തന്നെ അത് അപകടമായി തീരും. ഈ രൂപത്തിലുള്ള പ്രചാരവേലകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് കൂടുതൽ സഹായകമായി തീരുകയും ഈ സമുദായത്തെയും അതുപോലെ തന്നെ ഈ മതത്തിൽ വിശ്വസിക്കുന്നവരെയും ഒറ്റപ്പെടുത്താനും അവരെ തെറ്റുകാരായി കാണാനും അവരുടെ ഇമേജ് കളങ്കപ്പെടുത്താനുമുള്ള സന്ദർഭമായി കൊണ്ട് അവർക്ക് ഇത് ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് മുസ്ലിം സമൂഹത്തിന് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന നേട്ടം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, സമൂഹത്തിൽ വലിയ ഒരു വിഭാഗം തന്നെ ഇത്തരത്തിൽ മുസ്ലിം സമൂഹത്തെ വേർപ്പെടുത്തി പീഡിപ്പിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നതിന് എതിരായിക്കൊണ്ടുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ കേരളത്തിലെ വളരെയേറെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും സാഹിത്യകാരനുമായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയമായി സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടാവുകയുണ്ടായി.
അപ്പോൾ അദ്ദേഹം പറയുകയാണ്, യഥാർത്ഥത്തിൽ അന്ന് ഞാൻ ഉറങ്ങിയില്ല രാത്രി. ഈ രൂപത്തിലുള്ള ഒരു സംഭവം നടന്നപ്പോൾ അതൊരു മുസ്ലിമാണ്. ഞാൻ ഉറങ്ങിയില്ല. കാരണം ഈ മുസ്ലിം സമൂഹത്തോട് വളരെയേറെ സഹതാപമുള്ള, അവർക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന, അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവർ വേട്ടയാടപ്പെടുന്നവരാണ് എന്ന അഭിപ്രായമുള്ളവരാണ്. പക്ഷെ ഇങ്ങനെയുള്ള സമൂഹത്തിനെതിരായി, സമൂഹത്തിൽ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ പറയുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് അങ്ങേയറ്റം ഷോക്കേൽപ്പിക്കുന്നു, മറ്റുള്ളവരുടെ പ്രചാരവേലയ്ക്ക് അത് വളം വെച്ചു കൊടുക്കുന്നു. ആ സങ്കടത്തോടുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവസാനം ഒരു സമാധാനം ലഭിച്ചത് ഈ വ്യക്തിക്ക് രക്തം കൊടുക്കാൻ, 10 കുപ്പി രക്തം കൊടുക്കാൻ ഒരു മുസ്ലിം സംഘടനയുടെ ചെറുപ്പക്കാർ തന്നെ മുന്നോട്ട് വന്നു എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷം തോന്നി എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മെ സ്നേഹിക്കുകയും മുസ്ലിം സമൂഹത്തിന്റെ ഈ ദുരവസ്ഥയിൽ വളരെയേറെ മനംനൊന്തുകയും ചെയ്യുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട്. മുസ്ലിമീങ്ങളുടെ പക്ഷത്തെല്ലാം മറുവിഭാഗങ്ങളിൽ തന്നെ, മന്യമതസ്ഥരും എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരുമൊക്കെ ആയ ആളുകളിൽ തന്നെ അവർക്ക് കൂടി ഒന്നും പറയാനില്ലാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ ഈ വിവേകമില്ലാത്ത ആളുകളുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളുടെ അപകടങ്ങളെ സംബന്ധിച്ച എത്രയോളം ചെറുപ്പക്കാരാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഒരു സംഭവം ഒരു നാട്ടിൽ നടന്നാൽ ആ കുറ്റവാളികളെ കിട്ടുന്നത് വരെ നിരപരാധികളായ ആളുകൾ, ചെറുപ്പക്കാർ പീഡിപ്പിക്കപ്പെടുകയാണ്. വീടാന്തരം റെയ്ഡുകൾ നടക്കുകയാണ്. സമാധാനത്തിന്റെ അന്തരീക്ഷം ഇല്ലാതെയാവുകയാണ്. സ്വാഭാവികമാണ്, അങ്ങനെ തന്നെയാണ്. കുറ്റകൃത്യങ്ങൾ നടന്നാൽ അവിടെ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആര് വരുത്തിവെക്കുന്നു, ആരാണ് ഇതിന് ഇട നൽകിയത് എന്ന് തീർച്ചയായും തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ ഈ ദുരവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ ഒരിക്കലും തന്നെ മുസ്ലിം സമൂഹം അത് പൊറുക്കുകയോ പിന്താങ്ങുകയോ ചെയ്യരുത്. സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിലെ എല്ലാ സംഘടനകളും ഇത്തരത്തിലുള്ള നിലപാടുകളെ മുഴുവൻ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമായി കൊണ്ട് രംഗപ്രവേശം ചെയ്യുകയുണ്ട്. അതാണ് സമൂഹത്തിന്റെ പൊതുവായ മനസ്സും. പക്ഷേ അത് ഇസ്ലാമികമായ സംസ്കാരവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഇത്തരം കടുംകൈകൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തിന്മയെ ചെറുക്കുന്നതിന് അതിൻ്റെതായ ഉചിതമായ സമാധാനപരമായ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ തീർച്ചയായും ഒരു വെളിച്ചം ഈ കൂരിരുട്ടിന് ശേഷം പിറക്കുക തന്നെ ചെയ്യും. ഏത് പ്രയാസകരമായ സാഹചര്യത്തിന് ശേഷവും എളുപ്പത്തിന്റെ ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യും. ഇന്ന മഅൽ ഉസ്രി യുസ്ര, പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം ബുദ്ധിപൂർവകമായും വിവേകത്തോടുകൂടിയും ചിന്തിക്കുകയും എടുത്തുചാട്ടത്തിൻ്റെയും വൈകാരികതയുടെയും പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.